അപ്പോൾ ഒരു സംശയം എനിക്ക് തോന്നി, ഇങ്ങനെയാണ്, ഈ ശരീരം തന്നെ ആയിരിക്കുമോ അതെ ഇതേപോലുള്ള വേറൊരു ശരീരമായിരിക്കുമോ തരേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മൾ ദൈവപുത്രൻ്റെ കാഹളധ്വനി മുഴങ്ങുന്ന സമയത്ത് അധികാരപൂർണ്ണം ആജ്ഞാപനം കേൾക്കുമ്പോൾ ഈ മണ്ണിലുള്ളവരെല്ലാം കൂടി ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഇതേ ശരീരം തന്നെ ആയിരിക്കുമോ അതോ ഇതുപോലെയുള്ള വേറൊരു ശരീരമായിരിക്കുമോ? വേറൊരു ശരീരം. പക്ഷേ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 999 ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പരിശുദ്ധ സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങളോടെ തന്നെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ഒരു ശരീരമായി രൂപാന്തരപ്പെടും, ഒരു ആധ്യാത്മിക ശരീരമായി മാറും. നമുക്ക് വേറെ ഒരു ശരീരം കിട്ടുകയില്ല. ഈ ശരീരം തന്നെ ഒരു ആത്മീയ ശരീരമായി രൂപാന്തരപ്പെട്ട് വരും. എന്നിട്ട് അതിന് ഉപോത്ബലകമായി തിരുസഭ പറയുന്ന കാര്യം എങ്ങനെയാണ്? യേശു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷത്തിൽ 24 അധ്യായത്തിൽ 39 വാക്യത്തിൽ കാണുന്ന എങ്ങനെയാണ്? ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ഭയചകിതരായി, അവർ അസ്വസ്ഥരായി, ഭൂതം ഭൂതം എന്ന് പറയാൻ തുടങ്ങി. ഉടനെ യേശു പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടണ്ട, ഞാൻ ഭൂതമല്ല, ഞാൻ യേശു തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൈകൾ കാണുക, എൻ്റെ കൈകളും കാലുകളും നിങ്ങൾ വന്ന് കാണുവീൻ. എന്താ യേശുവിൻ്റെ കൈയുടെയും കാലിൻ്റെ പ്രത്യേകത? ആണിപ്പാടുണ്ട്. അപ്പോൾ മരിച്ചു ഉയർത്തെഴുന്നതിന് ശേഷം പിന്നെ ആണിപ്പാടുണ്ടാവുമോ? ആ ആണിപ്പാടുണ്ടായിരുന്നുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ കൈ വന്ന് കാണ്, നിങ്ങൾ എൻ്റെ കാല് വന്ന് കാണ്, നിങ്ങൾ സംശയിക്കരുത്, ഞാൻ തന്നെ. അതിന് ഉപോത്ബലകമായിട്ട് ഈശോ കൊടുത്ത തെളിവാണ്, നിങ്ങൾ എൻ്റെ കൈകളും കാലുകളും വന്ന് കാണുവീൻ. ഈശോ ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഗ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമാസ് ലീഗയ്ക്ക് ഒരേ വാശി. തോമാസ് ലീഗ പറഞ്ഞെന്താ? ഞാൻ അവനെ കാണുകയും എൻ്റെ കൈകൾ അവൻ്റെ പാർശ്വത്തിൽ വെക്കുകയും ചെയ്യാതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അതിനെക്കുറിച്ച് ബൈബിളിൽ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈശോ തോമസിൻ്റെ സംശയം നീക്കുകയാണ്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക. അപ്പോൾ ഇത് ഞാൻ തന്നെ എന്ന് സ്ലീഹന്മാർക്ക് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി ഈശോ തൻ്റെ കൈകളും കാലുകളും ഈശോ ശിഷ്യന്മാർക്ക് പലതവണ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പാർശ്വവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഇതേ ശരീരം തന്നെയായിരിക്കും, പക്ഷേ അത് രൂപാന്തരപ്പെട്ട് ഒരു ആത്മീയ ശരീരമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് തിരുസഭയും സ്ലീഹന്മാരും ദൈവജനത്തെ പഠിപ്പിക്കുന്നത്, ഈ ശരീരത്തെ അതിൻ്റെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. ഇത് സ്വർഗരാജ്യത്തിന് വേണ്ടി മുദ്ര ചെയ്യപ്പെട്ട ശരീരമാണ്. ഇൻഡെലിബിൾ ക്യാരക്ടറുള്ള മുദ്രയാണ് മാമോദിസയുടെ സമയത്ത്, സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്ത്, മറ്റ് പരിശുദ്ധ കൂദാശകളാൽ പരിപുഷ്ടമാക്കപ്പെടുന്ന സമയത്ത് ഈ ശരീരത്തിന് മേൽ പതിയുന്നത്. ഇത് സ്വർഗരാജ്യത്തിലേക്ക് ഉയർപ്പിക്കപ്പെടേണ്ട ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ സ്ലീഹ കുറച്ചും കൂടി വിസ്തരിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് അതിൽ 15-ാമത്തെ അധ്യായത്തിൽ 35 മുതൽ 45 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ സ്ലീഹ ചോദിക്കുകയാണ്, ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനരുജ്ജീവിക്കുകയില്ല. വേറെ വാക്കി പറഞ്ഞാൽ, ഈ ശരീരം നമ്മൾ കബറിടത്തിൽ വിതയ്ക്കുമ്പോൾ തിരുസഭ പഠിപ്പിക്കുകയാണ്, നാശോന്മുഖമായ ശരീരം നമ്മൾ കബറിടത്തിൽ വിതയ്ക്കുന്നു, എന്നാൽ അക്ഷയമായ ശരീരം കബറിടത്തിൽ നിന്ന് ഉയർക്കുന്നു. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ കബറിടത്തിൽ വിതയ്ക്കുന്നവരാണ്. നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് ഇവിടുന്ന് നിത്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ട് പോവുകയാണ്, കബറിടത്തിൽ നിക്ഷേപിച്ചിട്ട് പോവുകയാണ്. ക്ഷയോന്മുഖമായ, നശിച്ചു പോകുന്ന, അടിഞ്ഞു പോകുന്ന ഈ ശരീരം ഈ പ്രപഞ്ചത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് അന്തിമ പുനരുദ്ധാന ദിവസത്തിൽ നമ്മുടെ ഈ ആത്മാവിന് ഈ ശരീരത്തിന് ഉയർപ്പിൻ്റെ സമയത്ത് അക്ഷയമായ ഒരു പുതിയ ആത്മീയ ശരീരം ദൈവം ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിക്കും. അതാണ് 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിലെ 40-ാമത്തെ വാക്യം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങൾ തേജസ്സെന്ന്, ഭൗമിക
ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്, സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. വേറൊരു വാക്കി പറഞ്ഞാൽ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഇത് ആത്മീയ ശരീരമായി മാറും. അപ്പോൾ ഈ ശരീരത്തിൻ്റെ സ്വഭാവം എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ശരീരം തന്നെ അങ്ങോട്ട് തിളങ്ങാൻ തുടങ്ങും, സൂര്യനെ പോലെ അങ്ങോട്ട് പ്രകാശിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ഈ ശരീരത്തിൽ എന്തെങ്കിലും വസ്ത്രങ്ങളുണ്ടെങ്കിൽ ആ വസ്ത്രങ്ങൾ പോലും സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതായി മാറും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് അതിനെക്കുറിച്ച് സംശയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള ഒരു രംഗം ബൈബിളിൽ വെളിപ്പെട്ട് വന്നത്. ഈശോ 3 ശിഷ്യന്മാരെ കൂട്ടി താബോർ മലമുകളിലേക്ക് ചെല്ലുന്നൊരു രംഗമുണ്ട്. അങ്ങനെ താബോർ മലമുകളിൽ ഈശോയും ആ ശിഷ്യന്മാരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. പെട്ടെന്ന് അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. ഈശോ സാധാരണ ശരീരത്തോടു കൂടിയാണ് താബോർ മലയിലേക്ക് പോയത്. സാധാരണ ശരീരത്തിന് മുകളിൽ നിന്ന് ഇതേപോലെ ഡ്രസ്സാണ് ഈശോയുടെ ശരീരത്തിൽ ധരിച്ചിരുന്നത്. അങ്ങനെ 3 ശിഷ്യന്മാർ ഈശോയും കൂടെ ആ താബോർ മലമുകളിൽ നിൽക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുകയാണ്, പെട്ടെന്ന് ഈശോയുടെ ശരീരം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അവൻ്റെ വസ്ത്രങ്ങൾ പ്രകാശം പോലെ ധവളമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരത്തിന് ആത്മീയ ശരീരമായി മാറാൻ പറ്റുമെന്നതിൻ്റെ കൺഫർമേഷനാണത്. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിന് ആത്മീയ ശരീരമായി മാറാൻ പറ്റും. ഈശോ സാധാരണ ശരീരമായിട്ട് താബോർ മലയിലേക്ക് പോയി, അവിടെ വെച്ച് പെട്ടെന്ന് ആത്മീയ ശരീരമായി മാറി. അത് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ദീപ്തിമയമാണ്, അത് നല്ല പ്രകാശപൂർണ്ണമാണ്. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അപ്പസ്തോലിക സഭ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ശരീരങ്ങളുടെ ഉയർപ്പ്. ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഉയർക്കാനുള്ളതാണ്. ഡെയിലി ഇത് നമ്മൾ കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളിലും ഏറ്റുപറയുന്നുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ ശരീരങ്ങളുടെ ഉയർപ്പിലും, ഉറക്കെ പറ, ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ മറനാഥാ. Come Lord Jesus. വാഴുന്ന ഞങ്ങൾ തൻ സ്നേഹപിതാവിനിന്നാരാധന, ആത്മാവിനുള്ളിൽ ആത്മീയ ശുശ്രൂഷയേകുന്ന നാഥനിന്നാരാധന. അൾത്താരയിൽ വാഴുന്ന ഞങ്ങൾ തൻ സ്നേഹപിതാവിനിന്നാരാധന, ആത്മാവിനുള്ളിൽ ആത്മീയ ശുശ്രൂഷയേകുന്ന നാഥനിന്നാരാധന. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എളിമയോടുകൂടെ 2 കരങ്ങളും കൂപ്പി നമ്മുടെ രക്ഷിതാവായി യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ചവനെ, അങ്ങയുടെ മുറിവുകളേറ്റ ആണിപ്പഴുതുകളേറ്റ ആ തിരുക്കരങ്ങൾ എൻ്റെ ശിരസിലേക്ക് വെച്ച് രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ, പാപിയായ എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. യേശുവേ, എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ.
സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ ദൈവമേ. അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി എല്ലാവരും ഉറക്കെ യേശുവിന്റെ നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഈ നിമിഷം കരഞ്ഞ് അങ്ങയുടെ നാമം നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ സമൂഹങ്ങളിലേക്കും ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും യേശുവേ സ്വർഗത്തിൽ നിന്നുള്ള ഉന്നതമായ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. കടബാധ്യതയുടെയും കുടുംബ പ്രയാസങ്ങളുടെയും ഒരുപാട് തകർച്ചകളുടെയും കണ്ണുനീരിൻ്റെയും ചരിത്രങ്ങൾ കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, തടസ്സങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, വിവാഹ തടസ്സം അനുഭവിക്കുന്നവർ, പഠന തടസ്സം അനുഭവിക്കുന്നവർ, സ്ഥലം വിൽക്കാൻ ബുദ്ധിമുട്ടുന്നവർ, വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർ, ഓരോ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടി തടസ്സപ്പെട്ട് കിടക്കുന്ന തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ Lord Jesus.